ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് പോളിനോമിയൽ എന്താണെന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യാം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അൾജിബ്രിക് എക്സ്പ്രഷനാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 4x+2 ഇതൊരു പോളിനോമിയലാണ്. ക്ലിയർ ആണല്ലോ. ഇനി പോളിനോമിയൽ അല്ലാത്ത അൾജിബ്രിക് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയായിരിക്കും? അത് നമുക്ക് നോക്കിയാലോ. 1/x-1 √x+2 x⁻³ + 5 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പോളിനോമിയൽ അല്ല. കാരണം എന്താണ്? പോളിനോമിയലിൻ്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം. കണ്ടോ, ഇതുപോലെ നെഗറ്റീവ് വരാൻ പാടില്ല, റൂട്ട് വരാൻ പാടില്ല, ഫ്രാക്ഷൻ വരാൻ പാടില്ല. മനസ്സിലായോ പറഞ്ഞത്? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, അതായത് ഒരു പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? എക്സാമ്പിളായിട്ട് 4x+2 ഇതിൻ്റെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹയസ്റ്റ് പവർ. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഹയസ്റ്റ് പവറാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളോട് നോക്കാം. 2y² - 3y + 4 ഇതൊരു പോളിനോമിയലാണ് അല്ലേ? ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാണ് എഴുതേണ്ടത്? 2. കാരണം എന്താ? 2 ആണ് ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണോ അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി ഈ ഡിഗ്രി ഓഫ് ദ പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽ ഉണ്ട്. ഒന്നാമത്തെയാണ് ലീനിയർ പോളിനോമിയൽ. ഫസ്റ്റ് വണ്ണാണ് ലീനിയർ പോളിനോമിയൽ. എന്താണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1. മനസ്സിലായോ? ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽസ് ഒക്കെ എന്താണ്? ലീനിയർ പോളിനോമിയലാണ്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ എടുത്തതൊക്കെ ഡിഗ്രി 1ലാണ്. 4x+2 3x. മനസ്സിലായോ? ഇതൊക്കെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെ പറയുന്നതാണ് ലീനിയർ പോളിനോമിയൽ. അടുത്തതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലൊക്കെ എന്താണെന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽസ് ഒക്കെ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതായത് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ഈസ് കോൾഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എക്സാമ്പിളായിട്ട് 2x² + 4x - 1. കണ്ടോ? ഡിഗ്രി 2 ഏറ്റവും ഹയസ്റ്റ് പവർ എന്താ? 2 ആണ്. മനസ്സിലായോ? അടുത്തത് 4x² + 2x + 3. കണ്ടോ? ഇതൊക്കെ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതുപോലെ y² - 2. മനസ്സിലായോ? ഇങ്ങനെ ഹയസ്റ്റ് പവർ 2 വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യൂബിക് പോളിനോമിയൽ. എന്താണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. അതായത് ഹയസ്റ്റ് പവർ 3 വരുന്നത്, ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. 2 - x³ ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. അതായത് 3x³ - 2x² + x - 1. കണ്ടോ? ഇതൊക്കെ എന്താണ്? ഹയസ്റ്റ് പവർ എന്താണ്? എല്ലാത്തിൻ്റെയും 3 ആണ്. കണ്ടോ? അപ്പോൾ ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽ ഉണ്ട്. ഒന്ന് ലീനിയർ പോളിനോമിയൽ, അതെന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ വരുന്നതാണ്. ഹയസ്റ്റ് പവർ 1 വരുന്ന പോളിനോമിയൽ, ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ. സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 2 വരുന്നത്. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 3 വരുന്നത്. ഇങ്ങനെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് നമ്മൾ
തിരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആ പോളിനോമിയലിൻ്റെ പേര് പറയുന്നത് എന്നുള്ളത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സീറോസ് ഓഫ് ദ പോളിനോമിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോസ് ഓഫ് ദ പോളിനോമിയൽ. സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ സീറോസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ടാവും, അതിനൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോയാണ് ആൻസർ കിട്ടുന്നത് എങ്കിൽ എന്താണ്? അതാണ് ആ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. x² - 2x ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിന് നമ്മൾ 0യും 2 ഇതാണ് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത്. അതായത് p of x = x² - 2x. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. p(0) ഇട്ട് കൊടുക്കുമ്പോൾ 0² - 2 × 0. ഇത് 0 - 2 × 0 എന്ന് പറഞ്ഞാൽ 0 = 0. കണ്ടോ ആൻസർ കിട്ടിയത്? അടുത്തത് p of 2. p of 2 = 2² - 2 × 2. 2² എന്ന് പറഞ്ഞാൽ 4 - 4 = 0. അപ്പോൾ ഈ x² - 2x എന്ന് പറഞ്ഞാൽ പോളിനോമിയലിൻ്റെ സീറോസ് ആണ് എന്നെന്ന് പറയുന്നത് 0യും 2ഉം എന്ന് പറയുന്നത്. അതായത് 2 and 0 are both zeros of the polynomial x² - 2x. നമുക്കിവിടെ എഴുതാം. hence 2 and 0 are both zeros of the polynomial x² - 2x. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? സീറോസ് ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിച്ചിരുന്നത് അല്ലേ? ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ളത് മുഴുവൻ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തത് ഗ്രാഫിക്കലി ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യണേ എന്നുള്ളതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.